ഗായ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഈ കോഫി കപ്പ് കാണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവും ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അതും 2025 ലാസ്റ്റ് ഈവനിങ് വ്ളോഗ്. ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ചില തിരക്കുകൾ കാരണം അതിന് പറ്റിയില്ല. ഈ മിൽക്ക് ഫ്രോത്തർ വെച്ചിട്ട് കോഫി ഉണ്ടാക്കണത് എപ്പോൾ കണ്ടാലും ഇവൾക്ക് അതൊന്ന് പിടിച്ചു നോക്കണം. എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിയ കൂട്ടത്തിലുള്ള ആളാണ് ഇവള്. ഈ വീഡിയോയിൽ എന്റെ സൗണ്ടിന് ചെറിയൊരു ചേഞ്ച് തോന്നും. ചെറുതായിട്ടൊരു പനി പിടിച്ചതാണ്. ആ പനി പിടിക്കാനുള്ള റീസൺ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇട്ട്. അപ്പൊ പറഞ്ഞു വന്നത്, എന്റെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു കപ്പ് കോഫി വെച്ചിട്ടാണ്. ഇതിപ്പോ സ്ഥിരമായതുകൊണ്ട് ഒരു ദിവസം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം തൂങ്ങിയ പോലെയാണ്. ടേബിളിന്റെ ഈ സൈഡ് മാത്രമുള്ള ലുക്ക്, അപ്പുറത്തെ സൈഡ് കാണാൻ വയ്ക്കൂല. ചെറുതായിട്ട് എന്തോ ഉയർപ്രപ്പ് ചെയ്തതാ, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2-3 ആഴ്ചയായിട്ട് എന്തൊക്കെയോ തിരക്കാണ്. കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ താത്ത വീഡിയോ ഇടാത്ത. ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം അത് കിട്ടണില്ല. അതിന് മാത്രമല്ല, എനിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യാനും ടൈം കിട്ടണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഡേ ഓഫ് 2025 അന്ന് തിരക്കിയിരുന്നു. അന്ന് ഈവനിങ് മുതൽ കുറച്ച് റൊമാൻറ്റിസൈസ് ആക്കാതെ. അതുകൊണ്ടാണ് ഈ കളറിംഗ് ബുക്കും പെയിന്റും കോഫിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ ബുക്ക് കിട്ടിയ എക്സൈറ്റ്മെന്റിൽ ആകെ ഒരൊറ്റ പേജിൽ ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് തുറന്നു നോക്കാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല. ഇത് എനിക്ക് ഫാക്ടർ നോട്ട്സ് കിട്ടിയ ഒരു അഡൽട്ട് കളറിംഗ് ബുക്കാണ്. ഒരു ബിസി ലൈഫ് സ്വിച്ച് ഇട്ട പോലെ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിലതൊക്കെ പരീക്ഷിക്കുന്നത് നല്ലതാണ്. ഈ പെയിന്റ് അടി അധികം നേരം നീണ്ടുന്നില്ല. ഈ കൊച്ചിന്റെ തലയിലും മുഖത്തും ഒരേ കളർ പെയിന്റ് അടിച്ച കാരണം ആ മൂഡ് അകട്ട് പോയി. എന്നാലും കാണാനും ലുക്കൊക്കെ ഉണ്ടല്ലേ. പിന്നെ അതും അടച്ചു വെച്ച് കോഫി കംപ്ലീറ്റ് ആക്കി കുറച്ചു നേരം അലഞ്ഞു തിരിഞ്ഞു നടത്തും. അപ്പോഴേക്കും നിസ്കരിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മഗ്‌രിബ് ടു ഇഷ, അതായത് ഒരു 6:15 മുതൽ 7:30 വരെ. ഈ ഒരു ടൈം സ്പിരിച്വൽ തിങ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണ ഒരു ടൈമാണ്. എന്റെ മാത്രമല്ല, ഈ ഫാമിലിയിലുള്ള എല്ലാവരുടെയും. പാതി ദൈവം പാതി എന്നാണല്ലോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിന്റെ വിളി വന്നു. ആക്ച്വലി ലാസ്റ്റ് ഡേ ഓഫ് 2025 ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം, ഗോൾസ് പ്ലാൻ ചെയ്യണം, അടുത്ത വർഷത്തെ എനിക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതണം, കഴിഞ്ഞ കൊല്ലത്തെ ലെറ്റർ വായിച്ചു വെക്കണം, ഇതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ അതിന്റെ ഒക്കെ മുന്നേ ഡീക്ലറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നടക്കാത്ത കാരണം ബാക്കിയെല്ലാം അവതാളത്തിലായി. എന്തായാലും എല്ലാം കൂളായി. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം ജനുവരി 1 ചെയ്യാതെ. അതിന്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി കമ്മിങ് ടു ദ നൂഡിൽസ്, ഇത് ഏതോ ബ്രാൻഡിന്റെ ടോപ്പ് റാമൻ നൂഡിൽസ് ആണ്. ചെറുപ്പം മുതലേ മാഗി കഴിച്ച് അതിന്റെ ടേസ്റ്റിക്കും മടുത്തുക്കിടും. അതുകൊണ്ട് ഇപ്പൊ വേറെ ബ്രാൻഡിന്റെ നൂഡിൽസ് എക്സ്പെരിമെന്റ് ചെയ്യലാണ് പരിപാടി. ഇത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ എടുത്തതാണ്, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണം, അത് ശീലിച്ചു പോയി. എന്തായാലും ഇന്ന് ന്യൂ ഇയർ ഈവ് ആണല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫേവറേറ്റ് മൂവി കാണാത്. ഇനി ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചു തരാം. മുഖത്തുള്ള ഡേർട്ട് മോയിലൊക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല മോയ്സ്ചറൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സ് ആണ് ഇത്. ആദ്യം തന്നെ മുഖം ന്യൂട്രിഡം ഡീടോക്സ് ക്ലെൻസർ വെച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യും. ഈ ഒരു ക്ലെൻസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒരുപാട് പതഞ്ഞ് നമ്മളെ മുഖം ഡ്രൈ ആൻഡ് ടൈറ്റ് ആക്കില്ല. ആൻഡ് ഇത് ഭയങ്കര ജെന്റിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിലും ഡേർട്ടും എല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഫേവറേറ്റ് ആയത്. ഇതിലടങ്ങിയിട്ടുള്ള 2% ഗ്ലൈക്കോളിക് ആസിഡ് സ്കിന്നിനെ ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്കിൻ നല്ല സ്മൂത്ത് ആക്കും. പിന്നെയുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് സോഡിയം PCA. അത് നമ്മുടെ സ്കിന്നിനെ വാഷ് ചെയ്തതിനു ശേഷം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര ക്ലീൻ ആൻഡ് റീഫ്രഷ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും ഇത് ബെസ്റ്റ് ആണ്. ക്ലെൻസിങ് കഴിഞ്ഞാൽ എന്തായാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ആൻഡ് ഞാൻ യൂസ് ചെയ്യാറ് ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. ഈ മോയ്സ്ചറൈസിംഗ് ലോഷൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് കാമിംഗ് ആണ്. ഇതിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ്. അത് സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിനെ സൂത്തനാക്കിയിട്ട് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം എത്ര പെട്ടെന്നാണ് ഇത് സ്കിന്നിൽ അബ്സോർബ് ആവുന്നത് എന്ന്. എന്റെ സ്കിന്ന് ഭയങ്കര കംഫർട്ടബിൾ ആവും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ഈ മോയ്സ്ചറൈസർ നോൺ കൊമിഡോജനിക് ആണ്, അതായത് സ്കിന്നിൽ പോഴ്സ് ബ്ലോക്ക് ചെയ്യില്ല. അപ്പോൾ ഇതാ ഈ 2 പ്രൊഡക്ട്സ് ആണ് എന്റെ ഫ്രഷ് ലുക്കിംഗ് ഹെൽത്തി സ്കിന്നിന്റെ എവറിഡേ കോംബോ. ഈ 2 പ്രൊഡക്ട്സും ഐബീരിയ സ്കിൻ ബ്രാൻഡ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് ഞാൻ യൂട്യൂബ് കാർട്ടിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഒരു പണിയില്ലാണ്ടിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് 2025 ചെയ്ത് തീർക്കേണ്ട ഒരുപാട് ജേർണൽസ് പെൻഡിങ് ആണ്. ഒരുപാട് എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 എണ്ണം. ആദ്യത്തേത് ഇതാ ഇവരുടെ 2 പേരുടെയും ജേർണലാണ്. ഡോറേമോൻ ആൻഡ് കുഞ്ഞാപ്പി, ഇവർ 2 പേരാണ് എന്റെ പെറ്റ്സ്. അതിൽ കുഞ്ഞാപ്പി ആയിരുന്നു ഫസ്റ്റ് പെറ്റ്. 2025 ഏപ്രിലൊക്കെ ആയിട്ട് അവളെ ചാടിപ്പോയി. കുറെ അന്വേഷിച്ചു, സ്റ്റിൽ സെർച്ചിങ്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. കുഞ്ഞാപ്പി ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പെറ്റിനെ അഡോപ്റ്റ് ചെയ്തത്. അതാണ് ഡോറേമോൻ. പക്ഷെ ഞങ്ങൾ ബേബി നട്ട് വിളിക്കുക, ബിക്കോസ് ആളൊരു 1 മന്ത് ഉള്ളപ്പോൾ വന്നതാണ്. കുഞ്ഞാപ്പി ഒരു
പാവം പൂച്ചയായിരുന്നു. വായിൽ കൈയിട്ടാ പോലും കടിക്കൂല, അങ്ങനത്തെ ഒരു പൂച്ച. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ എന്നോട് പറയായിരുന്നു, കുഞ്ഞാപ്പി കുറച്ച് കുറുമ്പത്തിയാണെങ്കിൽ നല്ല രസം ഉണ്ടാവൂലേ എന്നൊക്കെ. ആ പറഞ്ഞത് പടച്ചോൻ സീരിയസ് ആക്കി എടുത്തു തോന്നുന്നുണ്ട്. അൾട്ടിമേറ്റ് പ്രോ മാക്സ് അങ്ങനത്തെ ഒരു കുറുമ്പത്തിയാണ് ഇപ്പുള്ള പൂച്ച. പക്ഷേ വീട്ടുകാരോട് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ വിളിച്ച് അവരുടെ കൂടെ പോകാനും ആൾക്ക് നോ പ്രോബ്ലം. കുഞ്ഞാപ്പിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ എന്തായാലും കരയും. അതുകൊണ്ടാണ് ഈ ജേണൽ ഇത്രയും ഡിലാക്കിയത്. ന്യൂ ഇയർ ഈവായിട്ട് എനിക്ക് കരയണമെന്ന് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നേ ഉള്ളൂ. ഇനി എപ്പോഴേലും ഒരു പണിയില്ലാണ്ട് കരയണം എന്നൊക്കെ തോന്നുമ്പോൾ എഴുതാന്ന് വിചാരിച്ചു. ഇനി പെൻഡിങ് ഉള്ളത് ഇനോഗ്രേഷന് പോയ ആ ഒരു ഡേനെ കുറിച്ചിട്ടുള്ള ജേർണലിംഗ് ആയിരുന്നു. ഈ ഫോട്ടോ ഒക്കെ എനിക്ക് bluma.in എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്ന് പ്രിന്റ് ചെയ്ത് തന്നാണ് കേട്ടോ. ഒരു പിങ്ക് തീമിൽ സിമ്പിൾ ആയിട്ട് ഇനോഗ്രേഷൻ ഡേനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പേജിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതും മടി കാരണം ഞാൻ എഴുതിയില്ല, വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുകൂടാണ്ട് ഇനി എൻഗേജ്മെന്റ് ഡേനെ കുറിച്ചിട്ടുള്ള ഒരു ജേർണലും കൂടി ചെയ്യാറുണ്ട്. കുറച്ച് ടൈമൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് ഞാൻ ഇപ്പം ചെയ്യണില്ല. ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു മെസ്സ് ആലോചിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ഈ വഴിക്കേ വരാത്തത്. ന്യൂ ഇയർ ആകുമ്പോഴേക്കും റൂമൊക്കെ ക്ലീൻ ആക്കി ഓർഗനൈസ് ചെയ്ത് അതൊക്കെയായിരുന്നു എന്റെ പ്ലാന്. പക്ഷെ പഠിച്ചവനക്ക് വേറെ എന്തൊക്കെയൊക്കെയോ പ്ലാൻ ആയിരുന്നു. ഈവൻ വിഷൻ ബോർഡ് പോലും സെറ്റ് ചെയ്തിട്ടില്ല. സാരില്ല, നന്നാവാൻ നമുക്ക് ന്യൂ ഇയർ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ, എന്ന് വേണം നന്നാവാലോ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിഷൻ ബോർഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. 2026 ബുള്ളറ്റ് ജേർണൽ സെറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇത്. നിങ്ങളെല്ലാവരും പ്ലാനറൊക്കെ സെറ്റ് ചെയ്തോ ഗൈസ്? ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം, ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. സോ ചെയ്തോ ഇല്ലയോ എന്നൊന്ന് ജസ്റ്റ് കമന്റ് ബിലോ. ഓക്കെ, ഇപ്രാവശ്യത്തെ പ്ലാനർ ഞാനൊരു യെല്ലോ തീമിൽ സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ യെല്ലോ കളറുള്ള സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണമാണ് ഇതൊക്കെ പിൻട്രസ്റ്റ് നിന്ന് ഡൗൺലോഡ് ആക്കി പ്രിന്റ് എടുത്ത് വെട്ടിക്കൂട്ടുന്നത്. ഞാൻ ഒരുപാടൊന്നും വെട്ടിക്കൂട്ടിയില്ല. ഇത്രയും വെട്ടിയപ്പോൾ തന്നെ എനിക്ക് പ്രാന്തായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 12 മണി ആവാനുള്ള വെയിറ്റിംഗിലിരുന്നു. 1-ാം തീയതി മധുരം കഴിക്കണം എന്നാണല്ലോ. അങ്ങനെ പാതിരാത്രിക്ക് ഒരു ഐസ്ക്രീം കഴിച്ചതായിരുന്നു. 1-ാം തീയതി തന്നെ എല്ലാവർക്കും ഒരുമിച്ച് പനി, ജലദോഷം, ചുമ എല്ലാം പിടിച്ചു. ഈ കുട്ടിക്ക് മാത്രം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് പടക്കം പൊട്ടിക്കാൻ വിചാരിച്ചു. പടക്കമൊന്നുമില്ല കേട്ടോ, പൂത്തിരി മാത്രം. Polluted our air, guys. അങ്ങനെ എയർ പൊല്യൂഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോഴേക്കും വിശപ്പിന്റെ അടുത്ത വിളി വന്നു. ആരെന്ത് പാക്കറ്റ് ഇരിക്കാലും ആദ്യം ഇയാളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അത് അപ്രൂവ് ആയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എനിവേസ്, അപ്പോൾ അത്രയ്ക്കായിരുന്നു ലാസ്റ്റ് ഡേ ഓഫ് 2025 ഒരു ഈവനിങ് വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.